അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ മെഷീനൊക്കെ അവരകത്തേക്ക് കയറ്റി. അപ്പോൾ പുറത്തുനിന്ന് എങ്ങനെയാണ് മെഷീൻ താഴത്തേക്ക് ഇറക്കി അതേപോലെ തന്നെയാണ് അകത്ത് വന്നിട്ട് ഇത് നിർത്തിയേക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ് വയ്ക്കാനുണ്ട്, ബാക്ക് സ്റ്റാൻഡ്. അപ്പോൾ അത് എല്ലായിടത്തും സ്റ്റാൻഡെല്ലാം ഫിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ അതിനെ താഴെ വെച്ച് കഴിഞ്ഞാൽ എന്താ ശരിയാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്ര ഭയങ്കര ഹൈറ്റിലാണ്. എനിക്കൊക്കെ കയറി കിടങ്ങിയ സ്റ്റൂളൊക്കെ വെച്ചിട്ട് കയറി കിടന്നിട്ട് അപ്പോൾ അങ്ങനെ സ്റ്റാൻഡെല്ലാം ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫുള്ള് ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ. സന്തോഷമായില്ല. ഇന്ന് അടുത്ത ദിവസം ഉദ്ഘാടന ദിവസമാണ്. നമ്മുടെ മല്ലു സിംഗ് വന്നിട്ടുണ്ട്. മല്ലു സിംഗ് അല്ല മനോഹർ സിംഗ് ഓക്കെ പുള്ളിയുടെ പേര്. അതിന് മാത്രം പരിചയപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടാണ്. പുള്ളിക്കാരൻ 4 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പുള്ളിയുടെ അച്ഛനും ഉണ്ട് തോന്നുന്നു കേട്ടോ അവിടെ. അങ്ങനെ എന്തോ എനിക്ക് കേട്ടപ്പോൾ തോന്നി, ഇങ്ങോട്ട് വന്ന് പരിചയമൊക്കെ എൻ്റെ അടുത്ത്. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം ഉദ്ഘാടനത്തിന് നമ്മുടെ ഞങ്ങളുടെ ഈ വാർഡിലെ മെമ്പർ, ഞങ്ങൾ താമസിക്കുന്ന വാർഡിലെ മെമ്പർ സജിത മെമ്പറും പിന്നെ അത് അരുൺ മെമ്പർ കേട്ടോ. കടയിരിക്കുന്ന രണ്ട് വാർഡാണ്. അപ്പോൾ കടയിരിക്കുന്ന വാർഡിലെ മെമ്പറാണ് അരുൺ കുമാർ. പുള്ളിക്കാരൻ 2 വാക്ക് സംസാരിക്കുന്നു, പക്ഷേ സൗണ്ട് കേൾക്കുന്നില്ല. പുള്ളിക്കാരൻ പതുക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കടയിൽ വരുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും അവരെല്ലാം വിളിച്ചപ്പോഴേക്കും ഓടി വന്നുവല്ലോ, നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ നമ്മുടെ അരുൺ മെമ്പർ വിളക്ക് എത്തിക്കാൻ പോവാണ്. കണിയാശ്ശേരി അമ്പലത്തിൽ നിന്നാണ് നമ്മൾ വിളക്ക് എടുത്തിട്ട് വന്നത് കേട്ടോ. അങ്ങനെ സജിത മെമ്പർ ഹെൽപ്പ് ചെയ്യുക കേട്ടോ വിളക്ക് എത്തിക്കാൻ വേണ്ടി. അങ്ങനെ പുള്ളിക്കാരൻ വിളക്ക് കത്തിച്ചു. അടുത്തത് നമ്മുടെ സജിത മെമ്പറായിരിക്കും വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. 2 തിരിയിട്ടിട്ടുള്ള ചേട്ടന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ല. പിന്നെ നമ്മുടെ ഈ പുതിയ മെഷീൻ്റെ ഒരു ഉദ്ഘാടനം പോലെ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സജിത മെമ്പർ, പിന്നെ നമ്മുടെ ജയൻ ചേട്ടനുണ്ട്. ജയൻ ചേട്ടൻ പിന്നെ ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കാറുണ്ട്. ജയൻ ചേട്ടൻ വന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ചേട്ടനാണ് സുനിൽ, എൻ്റെ ഹസ്ബൻഡ്. എല്ലാവരുമാണ്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പായസമൊക്കെ കൊടുത്ത് പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ മെഷീനിൽ എന്താ പറയുക കൊപ്ര ആട്ടുന്നത്. മെഷീൻ ഓൺ ചെയ്യണ്ടേ. അപ്പോൾ അപ്പൂസിനെയും കണ്ണെ കൊണ്ടാണ്. പക്ഷേ ആ അപ്പൂസ് മാത്രമാണ് ഓൺ ചെയ്തട്ടാ. അപ്പൂസിനെ പറഞ്ഞു കൊടുത്ത് ഇവിടെയാണ് ഓൺ ചെയ്യുന്നത്. അങ്ങനെ അപ്പൂസ് ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി കൊപ്ര കട്ടർ ഓൺ ചെയ്യണ്ടേ, അതും അപ്പൂസ് തന്നെയാണ് ചെയ്തേട്ടാ. കണ്ണൻ എന്തോ ആക്റ്റീവായിട്ട് നിന്നില്ല. അപ്പോൾ അപ്പൂസ് തന്നെയാണ് ഓൺ ചെയ്തത്. അപ്പോൾ അപ്പൂസിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. മനോഹർ സിംഗ് നല്ലോണം കൈ കടിച്ച് ക്ലാപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ മോഹനേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മോഹനേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യും പുള്ളിക്കാരൻ. നമ്മൾ കടയിൽ ആളില്ലാത്തപ്പോൾ ചേട്ടനെ വിളിക്കും പോകണമെങ്കിൽ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് കേട്ടോ മോഹനേട്ടൻ. പിന്നെ കൊപ്ര പൊടിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. പെട്ടെന്ന് അത് എത്ര കിലോ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് അവർ ഇടുന്നത്. എത്ര ടൈം കൊണ്ട് എത്ര കിലോ കൊപ്ര പൊടിയും എന്നൊക്കെ ടൈമറൊക്കെ വെച്ചിട്ടാണ് അവരിടുന്നത്. കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കേട്ടോ.